ഇവിടെ വെച്ചായതുകൊണ്ട് നോക്കാനെങ്കിലും ആളുണ്ടായി. വല്ല ഹോട്ടലിലോ ബാറിലോ വെച്ചായിരുന്നെങ്കിൽ കൊച്ചു കുട്ടികളാണെങ്കിൽ ശാസിക്കാം, ഉപദേശിക്കാം. സ്വയം നിയന്ത്രണമില്ലാത്ത ഒരാളോട് എന്ത് പറയാനാ? കുടിച്ചോ, ഇഷ്ടം പോലെ കുടിച്ചോ. അതിന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന എന്തിനാ? ഇന്ന് രാവിലെ ചേച്ചി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ചേട്ടൻ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന്. ഞാൻ എന്തോന്ന് പറ, എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെ ഉണ്ടാവും? അതിന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ? പാവം ദേവി ചേച്ചി എന്തുമാത്രം വിഷമിച്ചെന്നോ. ചേട്ടന് നാണമില്ലേ? ആ, ഇനി ബാക്കി അവരെ കാണുമ്പോ പറഞ്ഞോളൂ. അങ്കിൾ, രണ്ടു മൂന്ന് ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. നീ എന്താ അങ്ങോട്ടൊന്നും വരാത്തത്? ഓഫീസിൽ തിരക്കായിരുന്നു. നിന്റെ പ്ലാസ്റ്റർ ഒന്ന് മാറ്റി. ഇന്നലെ അങ്കിൾ അന്ന് കുറിച്ച സാധനത്തിന്റെ പേരെന്താ? ഐ ആം സോ സോറി. അന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു. ദേവിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എന്നൽപ്പം ഓവറായി പോയി. ഐ ആം ടെറിബിളി സോറി. തെറ്റെന്റെ ഭാഗത്ത് തന്നെ. ദേവിക്ക് എന്നെ നല്ലപോലെ അറിയാം. ഇതിനു മുമ്പ് ഒരിക്കലും എന്നിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ദേവി കണ്ടിട്ടില്ലല്ലോ. മനസ്സിലൊന്നും വെച്ചേക്കരുത്. ഞാൻ എന്തൊരു പൂർണ്ണ. അതെ, അന്ന് ഞാനല്ല സംസാരിച്ചത്, എന്റെ ഉള്ളിൽ കിടന്ന മറ്റവനാ. ആ ചിരി എന്നെ നോക്കിയായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു. ഇന്നായിട്ടാ വേണ്ട. 2-3 ദിവസമായി സ്മോൾ അടിക്കാതെയുള്ള ചേട്ടന്റെ ഇരിപ്പ് കാണുമ്പോ എനിക്ക് തന്നെ ഒരു വിഷമം. സാരമില്ല, പ്ലീസ് ഹാവ് ദിസ്. ഞാൻ അന്ന് പറഞ്ഞോണ്ടാണോ? അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ. കഴിക്കണ്ട. ചേട്ടൻ ദേവി ചേച്ചാണോ പെട്ടെന്ന് കുടിക്കണ്ടെന്നുള്ള തീരുമാനം എടുത്തത്? ഞാൻ പറഞ്ഞിട്ടാവാൻ വഴിയില്ല, തനിയെ തോന്നാനും വഴിയില്ല. അപ്പൊ പിന്നെ ദേവി ചേച്ചി വല്ലതും പറഞ്ഞോ? നിർത്ത്, മതി മതി മതി. ഒരു പെണ്ണ് പറഞ്ഞെന്ന് വെച്ച് ഇത്രയും പേടിക്കാനുണ്ടോ? അപ്പൊ ദേവി ചേച്ചി പറഞ്ഞാൽ കേൾക്കുമല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ മനസ്സിലാവുന്നുണ്ട്? ഉവ്വ ഉവ്വ. കേൾക്കേണ്ടവർ തയ്യാറായാലല്ലേ പറയാൻ സാധിക്കൂ. ജൂഡിക്കാണെങ്കിൽ എന്നെ കാണുമ്പോ ചെകുത്താൻ കുരിശിനെ കാണുന്ന പോലെയാ. അന്ന് ഞാൻ കാണിച്ചത് അല്പം കടന്ന കൈയായി പോയെന്ന് എനിക്കറിയാം. അതൊരു പബ്ലിക് പ്ലേസിൽ വെച്ചായതുകൊണ്ടായിരിക്കാം ജൂഡി ഇത്രയും ഫീൽ ചെയ്യാനിടയായത്. ഇന്നത്തെ വിവേകം അന്ന് എനിക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. 4 പേരുടെ മുമ്പിൽ ഒരു ഹീറോ ആവല്ലോ എന്ന് കരുതി കൂട്ടുകാരെല്ലാം കൂടി വാശി കയറ്റിയപ്പോ പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ഐ എം സോറി അബൌട്ട് ദി ഇൻസിഡന്റ്. കൂടാതെ മനസ്സിന്റെ ഉള്ളിൽ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൺകുട്ടികളുടെ ഇടയിൽ ജൂഡിയുടെ സംസാര വിഷയമായിരുന്നല്ലോ. ജൂഡിയോട് പലരും അടുക്കാൻ ശ്രമിച്ചു, കൂട്ടത്തിൽ ഞാനും. നോക്കിയിട്ട് വേറൊരു മാർഗവും കണ്ടില്ല. ഒരു ആന്റി ക്ലൈമാക്സ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ചില പൊട്ടലും ചീറ്റലും, ഒരു അടി വരെ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ചെയ്തതും. പക്ഷെ സംഭവം ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. മനസ്സിലുള്ള മുഴുവൻ തുറന്നു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. ജൂഡി, ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഞാൻ വരട്ടെ. ജൂഡി,
താങ്ക്സ് അലോട്ട്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? വേഗം ചെല്ല്, കാപ്പിയിലും തണുക്കുന്നു. കുമാറോ, ഇൻവിറ്റേഷനൊക്കെ ഇന്ന് വൈകുന്നേരം കിട്ടും. എന്തിനാ? കല്യാണ സാരി എടുക്കാൻ ഞാൻ എന്തിനാ? നിങ്ങളൊക്കെ പോയാൽ മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ വന്നേ നോക്കൂ. കിടന്ന് ബഹളം വെക്കാതെ വരാം. ആ പീറ്ററിന് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടത്? രണ്ടും കൊള്ളാം. എന്നാലും ഇതോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ വെച്ചാൽ കുഴങ്ങി പോയുള്ളൂ. കൊടുക്കേണ്ടത് ദേവിയല്ലേ, ദേവി തന്നെ തീരുമാനിക്കും. എന്നാൽ രണ്ടും ഇരിക്കട്ടല്ലേ? ആ വേണ്ട, പുള്ളിക്കാരൻ എന്തു വിചാരിക്കും ഇപ്പൊ തന്നെ ഇങ്ങനെ ആയാൽ? ഇത് തന്നെ ഇരിക്കട്ടെ ആ. അല്ലേ? പീറ്ററിനൊന്നും വേണ്ടേ? സാരിയോ? എനിക്കെന്തിനാ? അല്ല, ഷർട്ട് വല്ലതും നല്ല പുതിയ ഡിസൈനൊക്കെ ഉണ്ട്, ഒരെണ്ണം വാങ്ങുന്നേ. ഒരെണ്ണം വേണ്ടെന്നേ, എനിക്ക് ആവശ്യം പോലെ ഉണ്ട്. സെലക്ഷൻ കഴിഞ്ഞെങ്കിൽ ദേവി വേഗം ചെല്ലും, നമുക്ക് പോണ്ടേ? പീറ്റർ ഇവിടെ. അവൻ അകത്തു വല്ലതും കാണും. നിങ്ങൾ പുറപ്പെട്ടോളൂ. ഒന്ന് നോക്കൂ റെക്സ്. അവിടെയെങ്കിലും കണ്ടില്ല. സമയമായി, നിങ്ങൾ പുറപ്പെട്ടോളൂ.